മനോഹരമായ മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമം. താഴ്വരയിലെ ഗ്രാമവാസികൾ എലികളായിരുന്നു. നമ്മുടെ നായകൻ ടിങ്കു എന്ന സുന്ദരനായ തവിട്ടുനിറത്തിലുള്ള എലിയാണ്. ടിങ്കുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം മലകേറി സൂര്യോദയം കാണുക എന്നതായിരുന്നു. പക്ഷേ ആരും ഇതുവരെ മലകേറിയിട്ടില്ല. ശ്രമിച്ചവരെല്ലാം മരിച്ചുപോയി. അതിനാൽ എല്ലാവർക്കും മലകേറാൻ ഭയമായിരുന്നു. ടിങ്കു തന്റെ ആഗ്രഹം സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അവരെല്ലാം അവനെ പരിഹസിച്ചു. അവന്റെ ആഗ്രഹം ഭ്രാന്താണെന്ന് എല്ലാവരും കരുതി. പക്ഷേ അവന്റെ സ്വപ്നം അവൻ പ്രിയപ്പെട്ടതായിരുന്നു. അവൻ മറ്റുള്ളവരുടെ ഉപദേശം അവഗണിച്ച് ഒരു ദിവസം തനിയെ മലകേറാൻ ഇറങ്ങി. അവൻ മലകേറി മുകളിലേക്ക് പോയി. അവൻ വളരെ ദുർബലനായിരുന്നു. അപ്പോഴാണ് അതുവഴി പോവുകയായിരുന്ന ഒരു മുള്ളൻപന്നിയെ അവൻ കണ്ടത്. മുള്ളൻപന്നി എലിയെ വിളിച്ചു. അവൻ അടുത്തേക്ക് ചെന്നു. മുള്ളൻപന്നി ടിങ്കു എലിയോട് ചോദിച്ചു, നീ ആരാണ്? ഞാൻ നിന്നെ ഇതിനുമുമ്പ് എവിടെയും കണ്ടിട്ടില്ല. നീ വഴിതെറ്റി വന്നതാണ്? അല്ല, ഞാൻ ഈ മലകേറാൻ വന്നതാണ്. മുള്ളൻപന്നി ഞെട്ടലോടെ ചോദിച്ചു. നീ തമാശ പറയുകയാണ്? മുള്ളൻപന്നി എലിയോട് ചോദിച്ചു. അല്ല, ഞാൻ കാര്യമായി പറയുകയാണ്. ഈ മലയുടെ മുകളിൽ കയറി സൂര്യോദയം കാണാം. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ ഒരുപാട് കാലമായി ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഞാൻ ഇത് പറയുമ്പോഴെല്ലാം എന്റെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കുകയും ചിരിക്കുകയും ചെയ്യും. ഇത് ശരിക്കും സത്യമാണ്? മുള്ളൻപന്നി ചോദിച്ചു. മുള്ളൻപന്നി എലിയോട് പറഞ്ഞു, നിന്റെ ഈ ചെറിയ കാലുകൾ കൊണ്ട് നിനക്ക് ഈ മലകേറാൻ കഴിയും. ഇത് കയറാൻ നിനക്ക് ഒരുപാട് സമയമെടുക്കും. നീ പകുതി മലകേറുമ്പോഴേക്കും നീ തളർന്നു പോകും. ഇരുട്ടാകുമ്പോൾ നീ എങ്ങനെ പോകും? നീ സുരക്ഷിതനായിരിക്കണം. എന്നെ ഭയപ്പെടേണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. ശരിയാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോയി വരും. അവൻ മലയിലേക്ക് ചാടിക്കേറി ഒരുപാട് ദൂരം നടന്നു. പെട്ടെന്ന് സംഭവിച്ചു. ടിങ്കു എലി പെട്ടെന്ന് മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഉരുണ്ടുവീണു. അവൻ വീണയിടത്തുനിന്ന് ചാടി എഴുന്നേറ്റ് വീണ്ടും മലകേറാൻ തുടങ്ങി. അവന്റെ അടുത്തേക്ക് ഒരു മിന്നാമിനുങ്ങ് വന്നു. മിന്നാമിനുങ്ങ് അവന് വെളിച്ചം നൽകി. അവർ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങി. കുറച്ചു ദൂരം നടന്ന ശേഷം എലി നിലത്ത് കിടക്കുന്ന ബ്ലൂബെറി പഴങ്ങൾ എടുക്കാൻ തുടങ്ങി. അവൻ അത് എടുത്ത് കഴിക്കാൻ തുടങ്ങി. അവൻ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി ഒരു സ്ഥലത്ത് ഉറങ്ങാൻ കിടന്നു. അവനോടൊപ്പം ഒരു മിന്നാമിനുങ്ങ് ഉണ്ടായിരുന്നു. അവർ ഉറങ്ങി. ഇരുട്ടാകാൻ തുടങ്ങി. സൂര്യരശ്മികൾ എലിയുടെ ശരീരത്തിൽ സ്പർശിച്ചു. എലി പതുക്കെ കണ്ണു തുറന്നു ഉണർന്നു. കാഴ്ച കണ്ട് അവൻ ഞെട്ടിപ്പോയി. അവൻ അത്ഭുതപ്പെട്ട് അവിടെ നിന്നു. അത് വളരെ മനോഹരമായിരുന്നു. ഞാൻ കരുതിയതിലും മനോഹരം. ഞാൻ മലകേറിയോ? ഞാൻ ചെയ്തു. അവൻ വളരെ സന്തോഷവാനായിരുന്നു. പക്ഷേ പെട്ടെന്ന് അവൻ ചുറ്റും നോക്കിയപ്പോൾ അവനോടൊപ്പം ഉണ്ടായിരുന്ന മിന്നാമിനുങ്ങിനെ എവിടെയും കണ്ടില്ല. അവൻ ഭയപ്പെട്ടു. എന്റെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കിയപ്പോഴും മറ്റുള്ളവർ എന്നെ ഒഴിവാക്കിയപ്പോഴും ഞാൻ തനിച്ചായിരുന്നു. ഞാൻ തനിച്ചായിരുന്നപ്പോൾ നീ എന്നോടൊപ്പം വന്നു മിന്നാമിനും. ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. പെട്ടെന്ന് ഒരു ചിരി കേട്ട് അവൻ അത്ഭുതപ്പെട്ടു നിന്നു. മനോഹരമായ ദേവത അവനെ നോക്കി ചിരിച്ചു. അതൊരു ആഗ്രഹ ദേവതയായിരുന്നു. ദേവതയുടെ കയ്യിൽ ഒരു മിന്നാമിനുങ്ങ് ഉണ്ടായിരുന്നു. വളരെ കാലം അവനോടൊപ്പം ഉണ്ടായിരുന്ന മിന്നാമിനുങ്ങ് ആയിരുന്നു അത്. അവന്റെ ആഗ്രഹം നിറവേറ്റാൻ ആ മിന്നാമിനുങ്ങിനെ അവനടുത്തേക്ക് അയച്ചത് ദേവതയായിരുന്നു. ടിങ്കു എലി അത്ഭുതപ്പെട്ടുപോയി.